അപ്പോഴാ ആകസ്മികമായി നിന്നെ അവിടെ കൊണ്ടുവന്നത്. ബോഡി നിറയെ മുറിവുകളുമായി ജീവന് വേണ്ടി പൊരുതുന്ന നിനക്ക് ഏറ്റവും വേണ്ടത് കത്തിക്കരിഞ്ഞ നിന്റെ മുഖത്തിന് പകരം മറ്റൊരു മുഖമായിരുന്നു. എത്രയോ പേർക്ക് ധൈര്യം പകർന്ന എൻ്റെ മകൻ്റെ മുഖം എനിക്കും വേണം. മെഡിക്കൽ രംഗത്ത് പോലും ഒരുപക്ഷെ അത്യപൂർവമായിരുന്നിരിക്കാം ഈ സർജറി. ഇതെല്ലാം നിന്നോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു മോനെ. അപ്പോഴേക്കും നീ പോയി കഴിഞ്ഞിരുന്നു. അന്ന് തൊട്ട് നിന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ചരൺ മരിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? നോക്ക്, ചരൺ മരിച്ചതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് നീ ചോദിച്ചില്ലേ? ചെല്ലേ, നിനക്ക് തന്നെ അത് മനസ്സിലാകും. ഓം ആഞ്ജനേയായ നമഃ. ഓം ചേട്ടൻ വന്നിട്ടുണ്ട്. ഏത് ചേട്ടനാണ്? ചരൺ മോനെ, ജീവിച്ചിരിപ്പുണ്ടായിരുന്നോടാ മോനെ നീ? അവനിവിടെ വന്നിരുന്നു. അവനുണ്ടെന്നുള്ളൊരു ധൈര്യത്തിലല്ലടാ അന്ന് നിന്റെ ഈ കാൽ എനിക്ക് നേരെ ഉയർന്നത്. ധർമ്മ പറഞ്ഞിട്ടാ സാറേ. കാല് വെട്ടിയെടുത്തു, പ്രായമായെന്ന് പോലും നോക്കാതെ ഞങ്ങളെ ചെയ്യാനുള്ളതെല്ലാം അവന്മാർ ചെയ്തു പോലെ. നീ അന്ന് ഞങ്ങൾക്ക് തന്ന ധൈര്യത്തെ മാത്രം ആ നായ്ക്കൾക്ക് തൊടാൻ പറ്റിയടാ മോനെ. നീ അന്ന് പറഞ്ഞ പോലെ ഒരു തരി മണ്ണ് പോലും ആ ചെറ്റകൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഇനി ഒരാഴ്ചത്തെ സമയം കൂടി തരുന്നു. മൊത്തം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പൊയ്ക്കോളണം. നീയൊക്കെ കണ്ടല്ലോ പോലീസുകാരനെ വരെ തട്ടിക്കളഞ്ഞത്. ഇനി നിനക്കൊക്കെ വേണ്ടി ആരാണ് വരാനുള്ളത്? എടാ ഒറ്റക്കാല, ഇപ്രാവശ്യം ആരാടാ നിനക്ക് വേണ്ടി വന്നിരിക്കുന്നത്? എങ്ങോട്ടാണ് ഈ ഓടി പോകുന്നത്? എവിടെ പോയടാ നിന്റെയൊക്കെ ധൈര്യം? ഒന്നിങ്ങോട്ട് വന്ന് നോക്കടാ. വിശ്വാസവഞ്ചന കാണിക്കുന്നവർക്ക് പിന്നെ ഒരു ചാൻസ്.